ആ ഉറപ്പ് നടന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, മോദിക്ക് നന്ദി പറയുന്ന മോദിക്ക് നന്ദി എന്ന പേരിൽ നടത്തിയ ഒരു പരിപാടിയാണ്, BJP-യുടെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അവിടുത്തെ മുനമ്പൻ ജനതയുടെ ആശങ്കകൾക്ക് മറുപടി പറയാൻ അവിടെ കിരൺ റിജിജു തയ്യാറായപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? കിരൺ റിജിജു പറഞ്ഞു, ഈ നിയമ ഭേദഗതി കൊണ്ട് എന്തായാലും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, നിങ്ങൾ സുപ്രീം കോടതിയിൽ തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോ ഒരു രസകരമായ ഉദാഹരണം പറഞ്ഞു. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ കയറി വരുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഭാര്യ വന്ന് ആദ്യമേ പറയുകയാണ് ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും ഭർത്താവ് വന്നിട്ട് ഭാര്യയോട് പറയാണ്, നീ അല്ലാതെ പറയേണ്ട, ഞാൻ പറയാം ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയുന്നതിന്റെ അതേ അവസ്ഥയാണ് ഈ കിരൺ റിജിജു വന്ന് പറഞ്ഞു പോയ അതേ മറുപടി തന്നെയാണ് 15-അംഗ സംഘത്തോട് നരേന്ദ്രമോദി ഇനിയും പറയാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ആ ജനതയെ കബളിപ്പിക്കുക എന്നുള്ളതല്ലാതെ സമൂഹത്തിന് മുന്നിൽ ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമായി നിലനിർത്തുക എന്നുള്ളതല്ലാതെ BJP-ക്ക് മറ്റൊരു അജണ്ട ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്തു പോകുന്ന സാഹചര്യം നമ്മളിത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ എംപിമാരെല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലുള്ള പ്രധാന പ്രതിപക്ഷ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, അവര് ഈ പറയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കകത്ത് അവരുടെ ഡിസന്റ് നോട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡിസന്റ് നോട്ട് ഒന്ന് പുറത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും അത് ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആ ഡിസന്റ് നോട്ട് ഒന്ന് പുറത്തേക്ക് ഒരു രേഖാമൂലം പുറത്തറിയിക്കുന്നതിന് എന്താണ് ഇവർ ഭയപ്പെടുന്നത്? എന്തിനാണ്? അതാണ് ഇരട്ടത്താപ്പ് എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായി പറയാതിരിക്കാൻ കഴിയില്ല, ഈ BJP-യുടെ ഈ നിയമം കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നട്ടല്ല. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഈ പറയുന്ന പോലെ BJP മാനിഫെസ്റ്റോ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ നിയമം ഇവിടെ വരുന്നതോടുകൂടി ആർട്ടിക്കിൾ 25, 26 മതസ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആർട്ടിക്കിൾ 246 ഫെഡറലിസം നമ്മളെ ബാധിക്കുകയാണ്. ആർട്ടിക്കിൾ 40 തുല്യത അതിന് കളങ്കം വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇവിടെ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ തന്നെ കടന്നു കയറുന്ന ഒരു നിയമമായി ഇതിനെ മാറുകയാണ്. ഇവിടെ സെക്ഷൻ 3D ഡിജിറ്റൽ പോർട്ടൽ നിർബന്ധമാക്കി വഖഫ് സ്വത്തുക്കൾ രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യാൻ കേന്ദ്രം നേരിട്ട് ഇടപെടുകയാണ്. 6 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നടപടികൾ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അനാവശ്യമായ ഒരു പ്രഷർ ഈ പറയുന്നത് പോലെ സംസ്ഥാനങ്ങളുടെ തലത്തിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇതെന്തിനാണ് ഇത്രയും ഒരു തിടുക്കം? അപ്പോ ഇത് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ എല്ലായ്പ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന പോലെ ഭയത്തിന്റെ ഒരു ഉൽപ്പത്തിയിൽ നിർത്തിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തി തന്നെ ഒരു ഏകപക്ഷീയമായ ഭരണത്തിലേക്ക് നടത്താൻ യഥാർത്ഥ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നു പോകുന്നത്. ഇവിടെ ഈ മുനമ്പം വിഷയത്തിൽ പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ഈ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തായിരുന്നു മുനമ്പം വിഷയത്തിൽ BJP-യുടെ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ നിയമം പാസ്സായതോടുകൂടി മുനമ്പം വിഷയം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എവിടെ പരിഹരിക്കപ്പെട്ടു, എന്താണ് അതിന്റെ റിസൾട്ട്, അത് പറയാൻ തയ്യാറാകണം. ഞാൻ അവസാനിപ്പിക്കാം. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടുകൂടി മുനമ്പത്തെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, പല വിഷയങ്ങളിലും ഇനി വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിലേക്ക് പോകാം. ഇന്നിപ്പോൾ സുപ്രീം കോടതി കേസ് പരിഗണിച്ചല്ലോ. സാധാരണ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിക്ക് പോലും അധികാരമില്ലെന്ന്. 307 വകുപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ CBIക്കോ മറ്റ് വകുപ്പുകൾക്കോ ഒന്നും സുപ്രീം കോടതിക്ക് പോലും കാശ്മീരിൽ ഇടപെടാൻ പറ്റില്ല. അതുപോലെയായിരുന്നു ഈ കിരാതകമായ മതനിയമത്തിലേക്ക് കോടതികൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് കേന്ദ്ര സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുകയാണ്.